എന്തൊരു ചൊറിച്ചില്. ഈ പാവത്തിനൊന്നും അറിയത്തില്ല, അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്ന ജനം. പിന്നെ സുരേഷ് ഗോപി പള്ളിയിൽ കയറി നിസ്കരിച്ച് കളയുമോ എന്ന് ഇന്നലെ താൻ പേടിച്ചു. നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കണ്ട പോലെ തള്ളവിരലിട്ട് നക്കി കുടിച്ച അവസ്ഥയാണ് കണ്ടത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, സുരേഷ് ഗോപി പള്ളിയിൽ പോയത് KB ഗണേഷ് കുമാറിന് അത്രയൊന്നും രസിച്ചിട്ടില്ല. അറിയാമോ, എനിക്കിത് ഇഷ്ടമില്ല. സുരേഷ് ഗോപി പള്ളിയിൽ പോയതിന് വിമർശിക്കുന്ന KB ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. കേരളം ഇത്തരം കള്ളത്തരങ്ങൾ പണ്ടേ കണ്ടതാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അയ്യോ, ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണ്. എന്റെ മുഖത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീട്ടും നനച്ചും ആകാരം കൊണ്ടായിരിക്കുള്ളൂ. ഇത് നന്നായിണ്ടേ. അതേതായാലും നന്നായി. പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി മുസ്ലിം പള്ളിയിൽ പോയി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുവെന്ന് പറയുന്ന ഗണേഷ് കുമാറെ, അപ്പോൾ ഇതെന്താണ്? അന്തസ് വേണോടാ, അന്തസ്. കുഴപ്പമായി തോന്നുന്നത്. ഗണേഷ് കുമാറിന് പള്ളിയിൽ പോകാം, എന്നാൽ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഞാൻ എന്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എന്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. അവളെനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.